ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മീഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെട്ടുകാട് പള്ളിയിലാട്ടോ. മാദ്രേ ദേ ദേവൂസ് എന്ന് പറയുന്ന ദേവാലയത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണ്. ഇപ്പോൾ ഇത് പുതുക്കി പണിതിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒത്തിരി നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെട്ടുകാട് പള്ളി. ഭാരതത്തിന്റെ രണ്ടാം അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഒരു പുണ്യസ്ഥലം കൂടിയാണ് വെട്ടുകാട് പള്ളി. പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ വെട്ടുകാട് ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്നും ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു എന്നതും ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നും അതുപോലെ ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നുമാണ് മാദ്രെ ദേ ദേവൂസ് എന്ന പദമുണ്ടായത്. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ അമ്മ എന്നാണ്. ദൈവത്തിന്റെ അമ്മയ്ക്കായിട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ദേവാലയമാണിത്. ഏകദേശം 500 വർഷത്തിനു മേൽ പഴക്കമുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ റോമൻ കാത്തലിക് പള്ളിയാണിത്. വെട്ടുകാട് പള്ളിയിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ക്രിസ്തു രാജിന്റെ വിശുദ്ധ രൂപമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. 1942 ഇത് ആശീർവദിക്കപ്പെട്ടതാണ്. അന്നേ സമയം ഇത് പള്ളിക്കുള്ളിലായിരുന്നു സ്ഥാപിച്ചിരുന്നത്. തുടർന്ന് 2 വർഷത്തിന് ശേഷമാണ് പുറത്തേക്ക് ഇറക്കി സ്ഥാപിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ 1543 ഇവിടെ ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുകയും അതുപോലെ 1547 അത് പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പള്ളി 1934 37 ഇടയിൽ നിർമ്മിച്ചതാണ്. തുടർന്ന് ഈ പള്ളിയുടെ ഘടനയിൽ വേണ്ടത്ര മാറ്റങ്ങൾ അനുദിനം മാറ്റിക്കൊണ്ടിരുന്നെങ്കിലും ഇതിനോടൊപ്പം തന്നെ ഒരു മ്യൂസിയം കൂടി ആരംഭിച്ചിട്ടുണ്ട്. അത് പള്ളിയുടെ ഏറ്റവും താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലാണ്. ഇനി നമുക്ക് പള്ളിക്ക് ഉള്ളിലേക്ക് കയറാം. പള്ളിക്കുള്ളിലെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കൊത്തുപണികളും രൂപങ്ങളും അതിമനോഹരമായ പെയിന്റിങ്ങും എല്ലാം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. ഈ പള്ളിയുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് MA സെബാസ്റ്റ്യൻ ആയിരുന്നു. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വാസ്തുവിദ്യ എന്നത് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ളതായിരുന്നു. ബൈസന്റൈൻ, റോമൻ, ഗോതിക്, ഇന്ത്യൻ എന്നിവയുടെ ഒരു മിശ്രിത രൂപമായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചത്. വെട്ടുകാട് പള്ളിയിലെ അതിപ്രധാനമായ ആഘോഷങ്ങളിൽ ഒന്നാണ് ക്രിസ്തുരാജ തിരുനാള്. ഇത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ ഉത്സവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നവംബർ മാസം 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ആഘോഷം തന്നെയാണ് ക്രിസ്തുരാജ തിരുനാള്. ഇത് എല്ലാ വർഷവും ലത്തീൻ ആരാധന ക്രമവർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്. 1980 മുതൽ മറ്റൊരു പുതിയ ആഘോഷം കൂടി ഇവിടെ ഉടലെടുത്തു. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫനാണ് ഇത് ആരംഭിച്ചത്. ഇത് ക്രിസ്തുരാജയുടെ രൂപത്തിന് താഴെ പാദപൂജ ചെയ്യുക എന്നൊരു നേർച്ചയായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും അത് ആചരിക്കുന്നതുമുണ്ട്. ഇനി നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം. തിരുശേഷിപ്പുകളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭക്തവസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ സുവിശേഷത്തിന്റെ മനോഹരമായ പല പതിപ്പുകളും ഇവിടെയുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ നിരവധിയായ പതിപ്പുകൾ. കൂടാതെ നമ്മളിപ്പോൾ ഈ കാണുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പള്ളിമണിയാണ് കേട്ടോ. ഇത് അന്നത്തെ കാലത്തെ പഴയ പള്ളിയുടെ രൂപങ്ങളും അന്ന് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന സക്രാരികളും ആ കെട്ടിടത്തിന്റെ കല്ലുകളും എല്ലാമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിന്റെ ഉള്ളിലായി മറ്റൊരു ആരാധന ചാപ്പൽ കൂടിയുണ്ട്, ഫുൾ എയർ കണ്ടീഷൻ ചെയ്തത്. ഇതാണ് കേട്ടോ ആ ചാപ്പൽ. അതുപോലെ പണ്ട് കാലം മുതലേ ഇവിടെ ആചരിച്ചു പോരുന്ന വളരെ വ്യത്യസ്തമായ ഒരു നേർച്ചയുണ്ട്. ഒരു ചരട് വെഞ്ചരിച്ച് കയ്യിൽ കെട്ടുന്ന രീതി. ഇത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് തൊട്ടു മുമ്പായി ഈ ചരട് തന്നെ കയ്യിൽ നിന്ന് പൊട്ടി താഴെ വീഴുമെന്നാണ് പറയുന്നത്. ഇത് പൊട്ടുന്നത് എപ്പോഴോ അതിന് തൊട്ടു മുമ്പ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിരിക്കും എന്നൊരു പ്രത്യേക നേർച്ച കൂടി ഇവിടെയുണ്ട്. കൂടാതെ പള്ളിക്ക് 3 വട്ടം വലയം ചെയ്യുകയും തിരി കത്തിക്കുകയും അതുപോലെ മുറ്റം അടിക്കുകയും ചെയ്യുന്ന വിവിധങ്ങളായ നേർച്ചകൾ ഇവിടെയുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.